നമസ്കാരം. മണിമേളത്തിൻ്റെ ഭാഗമായി ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ രാധിക കുഞ്ഞിൻ്റെ വീട്ടിലാണ്. നിങ്ങളെല്ലാവരും കണ്ടതാണ് ഇവിടേക്ക് വരുന്ന വഴിക്കുള്ള മണിമേളമാണ് നടത്തുന്നതെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ടതൊരു ഓട്ടർഷ മേളമാണ്. അത്രയും ആളുകൾ രാധികയ്ക്ക് പിന്നിൽ സപ്പോർട്ടായിട്ടുണ്ട്. രാധികയ്ക്ക് വേണമെങ്കിൽ ഇവിടെ ഇലക്ഷൻ നിൽക്കാൻ ആഗ്രഹമുണ്ടോ? നിൽക്കാം, നിന്നാൽ ജയിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ, ഇത് അച്ഛൻ്റെ പേര് നാരായണൻ. അച്ഛൻ എന്ത് ചെയ്യണം? ഉണ്ടല്ലോ, ഇവിടെ അടുത്തല്ലേ? ആഹാ, അപ്പോൾ നല്ല പരിപ്പടിയും പഴംപൊരി സാധനമൊക്കെ കൊണ്ടു. അതൊക്കെ അമ്മ ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കും, അല്ല അവിടെ ഉണ്ടാക്കും? അച്ഛൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ഈ ജംഗ്ഷനിൽ തന്നെയാണല്ലേ? ആണല്ലേ? രാവിലെ കട തുറക്കും, വൈകുന്നേരം 5 മണിക്ക് കട പൂട്ടും. അത് അമ്മ അല്ലേ? അമ്മയുടെ പേര് ഞാൻ പറയാം. അമ്മയുടെ മുഖം കാണുമ്പോൾ ഞാൻ പറയട്ടെ. പ്രേമലത അല്ലേ? അവിടെ ഇരിക്കുന്ന അവിടെ മോളാണത്. ഞാൻ അമ്മയെന്ന് വിചാരിച്ചിട്ടോ. ആണല്ലേ? ഞാൻ വിചാരിച്ച അമ്മയുടെ പഴയകാല ഫോട്ടോ എന്ന് വിചാരിച്ചേ. അമ്മയുടെ ശരിക്കും സ്വന്തം നാട് എവിടെയാ? ഇവിടെ തന്നെ. അച്ഛൻ ഇവിടെ തന്നെയാണ് അല്ലേ? എന്തായാലും മകള് പാടുന്ന പാട്ട് ഇഷ്ടപ്പെടാറുണ്ടോ? അച്ഛനും പ്രതീക്ഷകളൊക്കെ ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അമ്മ പാടുന്നത് ഇഷ്ടമാണോ നിനക്ക്? ആ, ഓക്കെ ഏട്ടാ. അപ്പം എന്തായാലും രാധികയുടെ ഭംഗി പോലെ തന്നെ രാധികയുടെ നാടും രാധികയുടെ അച്ഛനും അമ്മയും രാധികയുടെ സ്വഭാവവും വളരെ നിഷ്കളങ്കരായ മനുഷ്യരുള്ള നാടാണ്. അതേപോലെ തന്നെ ആവട്ടെ രാധികയുടെ പാട്ടും എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്നായി പാടുക, മനസ്സിരുത്തി പാടുക, ടെൻഷൻ അടിക്കാതെ പാടുക. പാട്ട് പാടുമ്പോൾ ഭർത്താവിനെ ഓർക്കാതിരിക്കുക. ഓർക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മറ്റേ പാട്ടൊക്കെ പാട്ട് പാടേണ്ടി വരും. ഭർത്താവിനെ ആലോചിക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരും. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരിഷത്താൽ ചൊല്ലിയിടുന്നു വസലാം. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്? എന്മിഴികൾ തൂകും കാണുവാനാരുണ്ട്? അതിനടി എനിക്ക് ഉടനടി ഒരു മറുപടി തന്ന് സങ്കേടം തീർത്തിടണേ. ഇടയ്ക്കിടെ ഈ രാധേ നിമോർത്തിടണേ. അപ്പം അതായത് ഭർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറയാം, പ്രൈസ് കിട്ടാനായിട്ട്. അപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, നന്മകൾ വരട്ടെ, സർവീസിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ പാട്ട് പാടി വിജയിക്കുന്നതിന് മുമ്പ് ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ വക നല്ലൊരു സമ്മാനം. ഓക്കെ. സ്കൈലൈൻ ബിൽഡേഴ്സ് മണിമേളം പവർഡ് ബൈ ഗ്രാൻഡ് മാസിലെ ഓഡിയൻസ് ചോയ്സ് റൗണ്ടിലേക്കായിട്ടുള്ള ഇന്നത്തെ ചോദ്യം. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിന്റെ ഗാനശില്പികൾ. പ്രേക്ഷകർക്കായുള്ള ഓപ്ഷൻസ്: ONV രവീന്ദ്രൻ, ONV ജോൺസൺ, പൂവച്ചൽ ഖാദർ രഘുകുമാർ, ബിച്ചു തിരുമല, ATU. ഉത്തരങ്ങൾ manimelam@kairalitv.in എന്ന ഇമെയിൽ വിലാസത്തിലോ മണിമേളം കൈരളി TV NH ബൈപ്പാസ് വെണ്ണല PO കൊച്ചിൻ 28 എന്ന വിലാസത്തിലോ എഴുതി അറിയിക്കുക. സ്കൈലൈൻ ബിൽഡേഴ്സ് മണിമേളം പവർഡ് ബൈ ഗ്രാൻഡ് മാസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് സംഗീതവും ആഘോഷവും ഒക്കെ ആയിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാം. എന്തായാലും കവിതേ, ഇന്നിപ്പോൾ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നമുക്കൊരു തൃശ്ശൂർ പൂരത്തോടു കൂടി തന്നെ അവസാനിപ്പിക്കാം. തൃശ്ശൂർ പൂരം എങ്ങനെ ഇവിടെ? ഒരു ആനയെ ഞാൻ കാണിച്ചു തരാം. ആഹാ, ആനയെ കാട്ടിലല്ലേ കണ്ടിട്ടുള്ളൂ? അതെ. സ്റ്റേജ് കണ്ടിട്ടുണ്ടോ? പിന്നെ പൂരത്തിൽ കണ്ടിട്ടുണ്ട്. പൂരത്തിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതൊരു മണിമേളമല്ലേ? നോക്കാം. ഒരു മണിമേളം തന്നെ ആവട്ടെ.